എടത്വ എന്നീ ഗ്രാമത്തിന്റെ ചൈതന്യമായി അനുഗ്രഹമായി പ്രശോഭിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദ. നമ്മുടെ സ്കൂൾ പോലും ആ നാമധേയത്തിലല്ലേ? അതെ, റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തെ കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹം ഒരു ഡ്രാഗണെ വധിച്ച കഥ ഞാനും കേട്ടിട്ടുള്ളതാണ്. കൂടുതൽ പറഞ്ഞ് കഥയുടെ രസം കളയുന്നില്ല, നേരിട്ട് കണ്ടു തന്നെ നമുക്ക് കാണാമല്ലോ. പുണ്യാളൻ ദുഷ്ടശക്തികളെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മോളെ ഏഞ്ചൽ, ഏഞ്ചൽ എണീക്ക് മോളെ. മോക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം മമ്മി പറയട്ടെ. പപ്പ ഇന്ന് പെരുന്നാളിന് കൊണ്ടുവന്നും പറഞ്ഞിട്ടുണ്ട്. മോള് വേഗം കുളിച്ച് റെഡിയായാലും നമുക്ക് വേഗം പോവാം.
വിശുദ്ധ ഗീവർഗീസ് സഹദ. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ മധ്യ-പശ്ചിമ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ പ്രദേശമാണ് ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിൽപ്പെട്ട വിസ്തൃതമായ ഒരു പ്രദേശമാണ് കപ്പദോച്യ. കുതിരകൾക്കും അശ്വഭടന്മാർക്കും പേരുകേട്ട നാടാണ് കപ്പദോച്യ. ക്രിസ്തുവർഷം 269 വിശുദ്ധ ഗീവർഗീസ് കപ്പദോച്യയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുലീനരും ക്രൈസ്തവ മതവിശ്വാസികളുമായിരുന്നു. കപ്പദോച്യൻ രാജവംശജനും യോദ്ധാവുമായിരുന്നു പിതാവ്. മാതാവ് ലിഡായിലെ ഒരു പ്രഭുവിയും. ഗീവർഗീസിന്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. വിശുദ്ധ ഗീവർഗീസിന്റെ ജീവിതം മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യവും അന്ന് ക്രിസ്തുമതം നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. യുദ്ധകാര്യങ്ങൾക്കായി രാജ്യത്തുടനീളം വേഷപ്രച്ഛന്നനായും മറ്റും ഗീവർഗീസ് സദാ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഗീവർഗീസ് ഔദ്യോഗിക പര്യടന ഭാഗമായി അശ്വാരൂഢനായി ലിബിയയിലെ പർവ്വത പ്രാന്തങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ നാട്ടുകാർ ഒന്നുചേർന്ന് പ്രശ്നം വച്ചു. അത് സംഹാരരൂപിയായ ഒരു നാരകീയ സർപ്പമാണെന്നും അതിനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ നാട് മുടിയുമെന്നും മാസം തോറും കൊഴുത്ത ഒരു ആട്ടിൻമുട്ടനെയും ഒരു മനുഷ്യകന്യകയെയും സർപ്പത്തിന് കാഴ്ചവെച്ചാൽ സർപ്പം പ്രസാദിച്ചു കൊള്ളുമെന്നുമായിരുന്നു പ്രശ്നത്തിൽ തെളിഞ്ഞത്. ഓരോ മാസവും സർപ്പത്തിന് ഇരയാകേണ്ട കന്യകയെ കുറിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. അങ്ങയുടെ ആഗമന ഉദ്ദേശം പറഞ്ഞാലും. ഇന്ന് വെള്ളിയാഴ്ച സർപ്പബലിക്കുള്ള നറുക്കെടുപ്പിനായി ഗ്രാമവാസികൾ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. സദയം ക്ഷമിക്കണം ഗുരു, നാം മറന്നു. ആരവിടെ? അടിയൻ. ഗ്രാമവാസികളെ അകത്തേക്ക് ക്ഷണിക്കൂ. നമ്മുടെ ഗ്രാമത്തിന്റെ ദുഃഖത്തിൽ നാമും കുടുംബവും പങ്കുചേരുന്നു. ഇന്ന് നമ്മുടെ ഏക മകളുടെ ജന്മദിനമാണ്. ഗ്രാമം മുഴുവൻ ആഹ്ലാദത്തോടെ ആഘോഷിക്കേണ്ട ഈ സുദിനത്തിൽ ഇങ്ങനെയൊരു ദുർഗതി വന്നു ചേർന്നതിൽ ഗ്രാമവാസികളുടെ ഖേദത്തിൽ നാമും പങ്കുചേരുന്നു. നറുക്കെടുപ്പിന് വേണ്ട സാമഗ്രികൾ കൊണ്ടുവരൂ. രാജഗുരു, അന്ന് നറുക്കെടുത്താൽ അടിയനത് എങ്ങനെ വായിക്കും? അതാര് തന്നെയായാലും ശരി, നറുക്ക് വീണ കന്യക പെരുമ്പാമ്പിന്റെ ഇരയായി ഗുഹാമുഖത്തേക്ക് പോകുക തന്നെ വേണം. തിരുമനസ്സായി, നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ, ആ സത്വത്തിനിരയാവാൻ വിധിക്കപ്പെട്ടത് മറ്റാരുമല്ല, അങ്ങയുടെ പുത്രി സലോമിയാണ്. அடங்காத அசுரந்தா வணங்காத மனுஷந்தா தோளோடு தோள் நின்னா தருவானே உசுரதா. Boogie, 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 boogie.
நம்ம கையுக்குள்ள எல்லைய இல்ல இல்ல அரஜானு வைத்துக்கும் அளவில்ல ஆசைக்கும் அலையிற கூட்டம் இல்ல கொட்டட்டும் கொட்டட்டும் மும்மாறி கொட்டட்டும் காரணம் யாரு புள்ள நல்லவன் சாவதும் கெட்டவன் வாழ்வதும் நம்ம கையில இல்ல உசிரே நீதானே நீதானே நடலாவும் கூட நானே எதுவும் எங்க வச்சான் எவ்வளவு வச்சான் எப்படி வச்சான் எதுக்கு வச்சான் என்ன இங்க கொண்டு வந்த என்ன இங்க கொண்டு போக போகி 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 அடங்காத அசுரந்தான் மணங்காத மனுஷன்தான் தோளோடு தோள் நின்னா தருவான உசுரதான் ஓதுக்கு போகணும் போகணும் பொருளை எடுத்து வாயா யாரங்க ஒதுங்கு ஒதுங்கு ஆயனும் வருவாங்கியா കാരുണ്യവാനായ ദൈവമേ, ഈ ഭൂമിയിൽ ക്ലേശിക്കപ്പെടുന്നവരിലും പീഡിപ്പിക്കപ്പെടുന്നവരിലും അങ്ങയുടെ സംരക്ഷണം നൽകണമേ. വിശുദ്ധനായകൻ, സ്നേഹനിർമ്മലൻ, എതിരുകൾക്ക് മുന്നിലായി പൊരുതി വന്ന രക്ഷകൻ, കതിരുകൾ കാത്തിടും അഴലുകൾ നീക്കിടും പുണ്യവാൻ ധീരപ്രേക്ഷിതൻ പുണ്യാളൻ. പുണ്യാളൻ 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 ഗീവർഗീസ് പുണ്യാളൻ 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 ഗീവർഗീസ് പുണ്യാളൻ.
വഴിവീതി കാട്ടി മണ്ണിൽ ശോഭതൻ തിരി തെളിച്ച സത്യദീപമാർഗമായ വീരനായകൻ. തിന്മയെ അനിച്ചു മണ്ണിൽ നന്മതൻ വഴി തെളിച്ച ദേവദൂതനായി വന്ന ധീര സൈനികൻ. അശ്വരൂഢനായി വന്ന ദിവ്യ തേജസല്ലേ, അന്ധകാരം മാറ്റിടുന്ന മഹിതനാമമല്ലേ, ആഗ്രഹണ്യനായി എന്നും പടനയിച്ചിടുന്നൊരു സർവശക്തനല്ലേ. അടിമതൻ അഗതിതൻ രക്ഷകൻ നായവൻ, പരിമള ധൂപമായി മണ്ണിതിൽ വാണവൻ, ശക്തിയേകും ദാനകൻ ശ്രേഷ്ഠമാർഗ നായകൻ, വിശിഖതൻ വചനമായി കരുണ തൂകിയ പുണ്യാളൻ. പുണ്യാളൻ ഗീവർഗീസ് പുണ്യാളൻ. വിശ്വാസികളെ ആകർഷിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ കേരളത്തിലെ പ്രമുഖ ദേവാലയങ്ങളാണ് എടത്തുവ, ഇടപ്പള്ളി, അരുവിത്തുറ, പുതുപ്പള്ളി മുതലായവ. ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുപോകേണ്ട ഒരു വ്യക്തിയല്ല വിശുദ്ധ ഗീവർഗീസ്. നിരീശ്വരത്തോട് പോരാടി കള്ളദേവന്മാരെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് തുരത്തിയ ഒരു നല്ല പ്രേക്ഷിതനായ ഈ ക്രൈസ്തവ ഭടന്റെ സഹായം നമുക്ക് എന്നും ആവശ്യമാണ്.